ഇതൊക്കെ ഇവർ പ്രസംഗിക്കുന്നതാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കി? നമ്മൾ പിന്നെ ആ ഭാഗത്ത് ആ സ്റ്റേജിൽ കണ്ട് ഇറങ്ങിയിട്ടില്ല. വളരെ തറ സംസ്കാരപര പ്രസംഗങ്ങൾ, അതിന് മറുപടി അറിയിക്കുന്നില്ല. മുമ്പ് ഷാമിൽ പോയപ്പോഴും മറ്റെടുത്ത് പോയപ്പോഴും ഒക്കെ പറഞ്ഞ അന്നൊന്നും നബിയല്ല, ഭാവിയിൽ വരാൻ പോകുന്ന മഹത്തായ ഒരു സ്ഥാനലബ്ധിയിലേക്കുള്ള ചില സൂചനകൾ കറാമത്തായി കൊടുക്കുക. അതിന് ഇർഹാസ് എന്നാ പറയുന്നത്. നുബുവത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ധാരാളം അത്ഭുതങ്ങൾ, ചന്ദ്രൻ പിളരൽ വരെയുള്ള അത്ഭുത മൊജിസത്തുകളിലൂടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മേഘക്കൊട കാണിച്ചു കൊടുത്തുകൊണ്ട് നബിക്ക് അത്ഭുതം കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവിടെ ഇല്ലാത്തത് ഇർഹാസ്. അപ്പം നബിമാർക്ക് തന്നെ സംഭവങ്ങൾ മുമ്പുള്ളതാണെങ്കിൽ ഇർഹാസ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന അത്ഭുതങ്ങൾക്കൊക്കെ വെല്ലുവിളിയുടെ സ്വഭാവം ഉണ്ടാവും. താൻ പ്രവാചകനാണെന്ന് വാദിക്കുകയും ഇത് തെളിയിക്കാനുള്ള തെളിവ് എന്ന നിലക്ക് പ്രത്യക്ഷമോ പരോക്ഷമോ ആയ വെല്ലുവിളി. എന്താന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം പലപ്പോഴും ശത്രുക്കളോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ചന്ദ്രൻ പുലർന്നത് മറ്റുമൊക്കെ. ചിലയിടത്ത് അതൊന്നുമില്ല, മോമിനീങ്ങൾ തന്നെ ഉണ്ടാവൂ. അവിടെ ആർക്കും ഒരു തർക്കമില്ല, ഒരു സംശയമില്ല. അവിടെയുണ്ടല്ലോ ഒരുപാട് അത്ഭുതങ്ങൾ. പക്ഷേ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെടുന്നിടത്തൊക്കെ പറയും അശ്ഹദു അന്നീ റസൂലുള്ളാഹ്. അതാണ് പരോക്ഷമായ വെല്ലുവിളി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പാണ്, പക്ഷെ ഇപ്പോഴും ഉറക്കാത്ത പലരും ലോകത്തുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതൊന്നും എന്റെ സ്വന്തത്തിലല്ല, ഞാൻ അള്ളാഹു അയച്ച പ്രവാചകനാണ് എന്നതിന് തെളിവ് എന്നൊക്കെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ പ്രവാചകത്വവാദത്തെ അനുബന്ധിച്ചുകൊണ്ടുണ്ടാവുന്ന അത്ഭുതങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. കറാമത്ത് എന്ന് പറയുന്നത് അമ്പിയാക്കന്മാരുടെ ശരീഅത്ത് പരിപൂർണമായി പിന്തുടർന്ന് അള്ളാഹുവിൽ തവക്കുലാക്കിയ മുത്തഖീങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന അസാധാരണ സംഭവങ്ങൾക്ക് മാത്രമേ കറാമത്ത് എന്ന് പറയൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാഅ് ചെയ്യാതെ ശരീഅത്തുൽ ഇസ്ലാം പിന്തുടരാതെ ഒരാളിൽ നിന്നിട്ടുണ്ടാകുന്ന ഏത് അത്ഭുതത്തിനെ സംബന്ധിച്ചും സിഹർ എന്നാണ് ഇസ്ലാം പറയുക. ഈ സിഹറിൽ പെട്ടത് ആണ് കൈയടക്കം, അതുപോലെ തന്നെ നിത്യപരിശീലനം, സേവ, കൺകെട്ട് പോലെയുള്ളതൊക്കെ ഈ സിഹറിന്റെ പട്ടിക. സിഹർ പല ജാതി സിഹറുകളുമുണ്ട്. ഇതൊക്കെ അപ്പൊ ഏതാണെന്ന് തീരുമാനിക്കാൻ ഈ വ്യക്തിയെ പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനിക്കേണ്ടത്. നുബുവത്തിന്റെ പ്രശ്നമൊന്നുമില്ല, കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ആ പട്ടിക അവസാനിച്ചു കഴിഞ്ഞു. ഇനി അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഇനി ഉണ്ടാകുക കറാമത്തിലാണ്. കറാമത്ത് ഒരാളിൽ അത്ഭുതം കണ്ടതുകൊണ്ടൊക്കെ കറാമത്താണെന്ന് വിശ്വസിക്കേണ്ട. അത് നല്ലോണം അടിസ്ഥാനപരമായി സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹം പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ കണിശമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാലിക്കുകയും അടിസ്ഥാനപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ടവനാണോ, അദ്ദേഹത്തിൽ നിന്ന് ജീവിതകാലത്തോ മരണ അനന്തരമോ കാണുന്ന എല്ലാ അത്ഭുതങ്ങളും കറാമത്താണ്. നേരെ മറിച്ച് ഇദ്ദേഹം അള്ളാഹുവിൽ തവക്കുലില്ലാത്തൊരു ജീവിയാണ്. അതല്ലെങ്കിൽ ഫർളും സുന്നത്തുമായ ശരീഅത്തിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി യഥേഷ്ടം തോന്നിവാസിയായി ജീവിക്കുന്ന വ്യക്തിയാണ്. അങ്ങനത്തെ വ്യക്തികളിൽ നിന്ന് കാണുന്ന ഏത് അത്ഭുതങ്ങളാണെങ്കിലും അതൊക്കെ സിഹറിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി ഇങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. നുബുവത്തിന്റെ അടയാളമാവുന്ന മുഅ്ജിസത്ത്, വിലായത്തിന്റെ അടയാളമാവുന്ന കറാമത്ത്, അല്ലാത്തവരിൽ നിന്നുണ്ടാവുന്ന അസാധാരണ സംഭവങ്ങളാവുന്ന സിഹർ. അപ്പൊ ഒന്നൊന്നിനോട് കൺഫ്യൂഷനാണ്. ബാഹ്യമായി തുല്യമായിരിക്കും പലതും. ഔലിയാക്കന്മാരുടെ കറാമത്തും ഈ പറയുന്ന സിഹറന്മാരുടെ അത്ഭുതങ്ങളും ബാഹ്യമായി രണ്ടും തുല്യമായത് കാണാം. ഇവിടെ നമുക്ക് സംശയത്തിന് വഴിയുണ്ടാവേണ്ട. വ്യക്തികളെ പരിശോധിച്ച് ആരിൽ നിന്നിട്ട് പ്രത്യക്ഷപ്പെട്ടു, അദ്ദേഹം ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുത്തഖിയാണോ, തഖ്വയുടെ ലക്ഷണം അദ്ദേഹത്തിലുണ്ടോ, എങ്കിൽ ആ കണ്ട അത്ഭുതം കറാമത്താണെന്ന് വിശ്വസിക്കാം. അതില്ലേ എങ്കിൽ സിഹറാണ് എന്ന് വിശ്വസിക്കാം. നമ്മൾ ആളുകൾക്ക് ഒരു തകരാറുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത്ഭുതം ആര് കാണിച്ചാലും ഇയാളൊക്കെ വലിയ തങ്ങളാണ്, ഔലിയാണ്, നേതാവാണ്, മഹാനാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ പിന്തുടർന്ന് അയാൾ കാണിച്ചിരുന്ന മാർഗത്തിൽ പോയി അവസാനമുള്ള ഈമാനും ഇസ്ലാമും മുഴുവൻ നഷ്ടപ്പെട്ട് കാഫറായി ചത്തുപോകാൻ ഇടവരുന്നുണ്ട്. അത് സൂക്ഷിക്കണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്ഭുതങ്ങളല്ല മാനദണ്ഡം, ഇയാളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. തഖ്വയുണ്ടോ, ഈമാനുണ്ടോ, ശരീഅത്തുൽ ഇസ്ലാം അനുസരിച്ചാണോ ജീവിതം, എങ്കിൽ അയാളിൽ നിന്ന് കാണുന്നത് മാത്രമാണ് കറാമത്ത്. കറാമത്ത് ഇല്ല എന്നതുകൊണ്ട് ഒരാൾ വലിയല്ലാതിരിക്കില്ല. കറാമത്ത് ഉണ്ടാവാം വലിയുകൾക്ക്, പക്ഷേ വലിയുകൾക്ക് മാത്രമേ കറാമത്തുണ്ടാവൂ. മറ്റ് വലിയല്ലാത്ത, അള്ളാഹുവിന് വഴിപ്പെടാത്ത,
ഫർള് നിസ്കരിക്കാത്ത, കള്ളുകുടിക്കുന്ന, അന്യ പെണ്ണുങ്ങളുമായി ഇടപഴകുന്ന ഇങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിന്നിട്ട് അത്ഭുതങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് സിഹറിന്റെ ഭാഗമാണ്, ഇസ്തിദ്റാജ് എന്നായിരിക്കും ചിലപ്പോൾ അതിന്റെ പേര്. അത് കറാമത്തല്ല, ബാഹ്യമായ തുല്യതയുള്ളൂ. യഥാർത്ഥത്തിൽ വസ്തുതാപരമായ അത് മൂന്നാണ്. മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലെയുള്ളവര് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ടുള്ള സഹായം, ആ സഹായം അവരുടെ ഖബറിന്റെ അരികെ ചെന്ന് ആവശ്യപ്പെടുമ്പോൾ ലഭിക്കുക, അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുക എന്നിങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല. ഖബറെടുത്തുങ്ങൾ ചെല്ലുന്നത്, അവരെ സിയാറത്ത് ചെയ്യുക, അത് ഏതൊരു മുഅ്മിനായ മനുഷ്യന്റെയും ഖബർ സിയാറത്ത് ചെയ്യൽ പുണ്യകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ്. ഏത് മുഅ്മിനാണെങ്കിലും ആ മുഅ്മിന്റെ ഖബറിടം സന്ദർശിക്കുക എന്നത് സുന്നത്താണ്. അതോടുകൂടി അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലെയുള്ള മഹാന്മാരാണെന്ന് അറിയപ്പെട്ട ആളുകളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. ഈ സുന്നത്തായ ഇബാദത്ത് ഇത് സിയാറത്തിൽ ഏറെണ്ട്. സിയാറത്ത് ചെയ്യാതെ ആവുമ്പോ ആ സുന്നത്തായ ഇബാദത്ത് ഇല്ല എന്നേ വരൂ. അപ്പൊ നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ നല്ലോണം മനസ്സിലാക്കണം. ഒരു കാര്യം ചോദിക്കുമ്പോൾ ഈ ചോദിക്കുന്നതിന്റെ മുമ്പ് ഒരു പുണ്യകരമായ ഇബാദത്ത് വസീലയാക്കി ചോദിക്കുമ്പോൾ അത് ഉത്തരം കിട്ടാൻ കൂടുതൽ സഹായകമാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ഖുർആൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതാണല്ലോ. വബ്തഗു ഇലൈഹിൽ വസീല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ നിങ്ങൾ മാധ്യമങ്ങളെ തേടുക. മാധ്യമങ്ങൾ എന്നാൽ തർക്കമില്ലാത്ത വിഷയമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഫർളോ സുന്നത്തോ ആയ പുണ്യകർമ്മങ്ങൾ. ഈ വസീല എന്ന് പറഞ്ഞാൽ ഫർളോ സുന്നത്തോ ആയ പുണ്യകർമ്മങ്ങളാണ് വസീല. ഇങ്ങനെയുള്ള വസീല സ്വീകരിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എന്തൊരു കാര്യം പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും ആ പ്രാർത്ഥനയോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ തൊട്ടുമുമ്പ് ഒരു പുണ്യകർമ്മമാവുന്ന സ്വാലിഹായ അമൽ ചെയ്യുകയും അത് ഇടയാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ അത് കൂടുതൽ സഹായകമാണ്. നമ്മൾ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരു മഹാനായ വലിയന്റെയോ പ്രവാചകന്റെയോ ഖബറെടുത്തുങ്ങൾ ചെല്ലുന്നു. ചെല്ലുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മഹാനെ സിയാറത്ത് ചെയ്യുക എന്ന് പറയുന്ന സുന്നത്തായ അമല്. ഈ സുന്നത്തായ അമല് ചെയ്ത് അദ്ദേഹത്തിന് സലാം പറയാന്ന് പറയുന്നത് വേറൊരു സുന്നത്താണ്. ആ സുന്നത്തായ അമല് ഖുർആൻ ഓതൽ സുന്നത്താണ്. അത് സുന്നത്തില്ല ഹറാമാന്ന് ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് തെളിവില്ല. ഹറാമാന്ന് വെറുതെ പറയാണ്, സുന്നത്താണെന്നതിന് ഹദീസ് തെളിവുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു തആല തന്നെ ഒരിക്കൽ അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ അതോടുകൂടി അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഖുർആൻ ഓതി സലാം പറഞ്ഞു സിയാറത്ത് ചെയ്തു 3 വസീലായി. സിയാറത്ത് ചെയ്യാൻ ഒരു സുന്നത്തായ അമല്, അതൊരു സലാം പറയാൻ മറ്റൊരു സുന്നത്തായ അമല്, ഖുർആൻ ഓതുക എന്ന് പറയുന്നത് വേറൊരു സുന്നത്തായ അമല്. ഈ 3 സുന്നത്തായ അമലുകൾ വസീലയാക്കിക്കൊണ്ട് ഈ മഹാന്മാരെ ഇടയാക്കി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ സാധ്യത കൂടും. അതേ സമയത്ത് നമ്മൾ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് അവരോട് സലാം പറഞ്ഞു, അവർക്ക് വേണ്ടി ഖുർആൻ ഓതി അല്ലെങ്കിൽ അന്നദാനം നടത്തി അതവരുടെ മേൽ ഹദിയാക്കി നമ്മളുടെ കാര്യങ്ങൾ ചോദിച്ചാൽ അതും വീടും. പക്ഷേ സിയാറത്ത് എന്ന് പറയുന്നത് മറ്റു ഒരു സുന്നത്ത് കുറഞ്ഞു എന്ന് മാത്രം. സിയാറത്ത് ചെയ്യാനൊരു സുന്നത്തായ അമലാണ്, അതും കൂടി വസീല ഏറെ ഉണ്ടാവും അവിടെ ചെല്ലുന്നവന്. അതിന്റെ പുറമെ നേരിട്ട് പറഞ്ഞാൽ നേരിട്ട് മടക്കും എന്നുള്ള ഒരു പുണ്യവും കൂടി കിട്ടും. അല്ലാതെയായാലും അവരെ ഇടയാക്കി അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് സ്ഥല കാലപരിമിതികളൊന്നുമില്ല. ജീവിതത്തിലായാലും മരണശേഷമായാലും അവരുടെ സമീപത്ത് വെച്ചായാലും വിദൂരത്ത് വെച്ചായാലും അള്ളാഹു ബഹുമാനിച്ച അവന്റെ ഇഷ്ടദാസന്മാരാണ് എന്നതാണ് നമ്മളും അവരും തമ്മിലുള്ള ബന്ധം. ഈ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഇബാദത്താണ്, ഈമാനാണ്. ഈമാനാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും വലുത്. ആ ഇബാദത്താവുന്ന ഈമാൻ അവര് അള്ളാഹു ബഹുമാനിച്ചു എന്നതിന്റെ പേരിൽ ബഹുമാനിക്കുകയും അള്ളാഹു സ്നേഹിച്ചു എന്നതിന്റെ മേൽ സ്നേഹിക്കുകയും ഈ ഈമാനാവുന്ന വസീല വെച്ചുകൊണ്ട് അവരെ ഇടയാക്കി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഉത്തരം കിട്ടാൻ എളുപ്പമാണ്. അവിടെ പോയാൽ സിയാറത്ത് എന്ന് പറയുന്ന ഒന്നുകൂടി ഏറെ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അടുത്തൊന്നും ആവാ വിട്ടുന്നു ആകാം, അടുത്തുനിന്നാവുമ്പോൾ സിയാറത്ത് ചെയ്തെന്നുള്ളൊരു സുന്നത്തും കൂടി ഏറെ കിട്ടും. ഇല്ല ഞാൻ സിയാറത്ത് ഉണ്ടാവില്ല എന്നുള്ളൂ, ബാക്കി ചെയ്യാവുന്ന പുണ്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ അവരെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ പുണ്യം, ആ സ്നേഹവും അവരെ മഹബത്ത് വെക്കുക എന്ന് പറയുന്ന പുണ്യം, ആ പുണ്യമാവുന്ന ഈമാൻ വസീലയാക്കിയിട്ട് ദുആ ചെയ്താൽ
അബ്തൗഇലഹിൽ വസീല എന്ന് പറയുന്ന വസീല, അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീല തേടിക്കൊള്ളൂ എന്ന് പറയുന്ന ആയത്തനുസരിച്ച് അമൽ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും. ഉത്തരം തരുന്നവൻ അള്ളാഹുവാണ്. ചിലപ്പോൾ നേരിട്ടായിരിക്കും, ചിലപ്പോൾ മഹാന്മാർ മുഖേനയായിരിക്കും.